പുറമേ പുരട്ടുക എന്ന് പറയുമ്പോൾ ഇപ്പം ഓയിലി ടൈപ്പ് ഓഫ് സ്കിൻ ആണെങ്കിൽ ഈ 1, 2, 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമ്മൾക്ക് പാലിൽ മിക്സ് ചെയ്യാം. പാൽപ്പാട മാറ്റിയിട്ടുള്ള പാൽ. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുങ്കുമപ്പൂവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. ഇതിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് കുങ്കുമപ്പൂവ് കഴിക്കേണ്ടതെന്നും എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ കുങ്കുമപ്പൂവ് എന്ന് പറയുമ്പോൾ അത് ക്രോക്കസ് സറ്റൈവസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ പൂവിന്റെ സ്റ്റിഗ്മയാണ്, വേർതിരിച്ചെടുക്കുന്ന ഒരു സ്റ്റിഗ്മയാണ്. ഇതിനൊരു പ്രൊസീജിയർ തന്നെ വളരെ ടൈം കൺസ്യൂമിങ്ങും അതുപോലെ ഡിഫിക്കൽട്ടും ആയതുകൊണ്ട് തന്നെയാണ് ഇത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആവുന്നത്. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് കുങ്കുമപ്പൂവ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് നോക്കാം. അപ്പൊ എന്റെ കയ്യിലുള്ള ഈ കുങ്കുമപ്പൂവ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് എന്റെ കയ്യിലുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ വൈറ്റ് കളറാണ്, അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 to 4 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. അത് ഭയങ്കര കളർഫുൾ ആയിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ടിഞ്ച് കളർ വരികയാണെങ്കിൽ ഒബ്വിയസ്ലി അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇങ്ങനെയുള്ള കുങ്കുമപ്പൂവ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഒറിജിനൽ ആണോ എന്ന് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു 2 to 3 സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ 1 to 3 സ്ട്രാൻഡ്സോളം കുങ്കുമപ്പൂവ് എടുത്തിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് സാഫ്രോൺ വാട്ടർ ആയിട്ട് കാലത്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ശുദ്ധമായിട്ടുള്ള പശുവും പാല് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പാട മാറ്റിയിട്ട് നിങ്ങൾക്ക് അത് ഇട്ടിട്ട് കുടിക്കാവുന്നതാണ്. സോ പാല് തിളപ്പിക്കുക, അതിനുശേഷം പാട മാറ്റിയതിന് ശേഷം ഒരു 1 to 3 സ്ട്രാൻഡ്സ് അതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഒരുപാട് കുങ്കുമപ്പൂവിന്റെ സ്ട്രാൻഡ്സ് ഇട്ട് നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാല് കുടിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ബ്ലോട്ടിംഗ് സെൻസേഷൻസും അങ്ങനെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ കൂടുതലൊരു അളവ് നിങ്ങൾ കഴിച്ചാൽ ഒബ്വിയസ്ലി പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 1 to 1.5 ഗ്രാം വരെ മാത്രം ശരീരത്തിലേക്ക് ഡെയിലി പോകുന്നുവെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഒരു 5 ഗ്രാമിൽ കൂടുതലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. നമ്മുടെ ശരീരത്തിലെ മസിൽസിന്റെ പേശി വലിഞ്ഞു മുറുകാനും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള യൂട്രൈൻ കോൺട്രാക്ഷൻസിലേക്കും അത് ലീഡ് ചെയ്യും. ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളത് കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷേ 1, 2, 3 സ്ട്രാൻഡ്സ് മാത്രം ഇട്ടിട്ട് കുടിക്കുന്നു ഉറപ്പ് വരുത്താം. ഈ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഒരുപാട് ആന്റി ഓക്സിഡന്റ്സും ഒരുപാട് ആക്റ്റീവ് എലമെന്റ്സും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പല എലമെന്റ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓർമ്മശക്തിക്കും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുക എന്നുള്ള രീതി നമുക്ക് പറയാം. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാതിരിക്കില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഡോസിൽ കഴിക്കണമെന്ന് മാത്രം. പുറമേ പുരട്ടാനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പുറമേ പുരട്ടാന്ന് പറയുമ്പോൾ ഇപ്പം ഓയിലി ടൈപ്പ് ഓഫ് സ്കിൻ ആണെങ്കിൽ ഈ 1, 2, 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമ്മൾക്ക് പാലിൽ മിക്സ് ചെയ്യാം. പാൽപ്പാട മാറ്റിയിട്ടുള്ള പാലിൽ മിക്സ് ചെയ്തിട്ട് അത് ഞെരടിയിട്ട് നമുക്ക് മുഖത്തിന്റെ ഭാഗത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഫേസ് കഴുകിക്കളയാം. എന്നാൽ ഇത് ഡ്രൈ ടൈപ്പ് ഓഫ് സ്കിൻ ആണെങ്കിൽ പാൽപ്പാടയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണെന്നും കൂടി മനസ്സിലാക്കാം. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. സോ ഡെയിലി നിങ്ങൾ ഒരു 10 days അടുപ്പിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോംപ്ലക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് വെളുത്ത് അങ്ങനെ ഭയങ്കര അവസ്ഥയിൽ എത്തുന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള കോംപ്ലക്ഷൻ ഏത് നിറമാണോ നമ്മൾ ഉണ്ടായിട്ടുള്ളത്, ചിലപ്പോൾ സൺ ടാൻ ഒക്കെ അടിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ കോംപ്ലക്ഷൻ കുറച്ച് മങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാവരും മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തു മാറ്റിയിട്ടുള്ള എൻ്റെ കുങ്കുമപ്പൂവിന്റെ കളർ ഇപ്പൊ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പല്ലോ അല്ലെ, വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഒരുപാട് റെഡും ബ്രൗൺ കളറൊന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ ഞാനൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പം ഇത് പ്യുവർ ആയിട്ടുള്ള സംഭവമാണെന്ന് എല്ലാവരും മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ കയ്യിലുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള സാഫ്രൺ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളത് യൂസ് ചെയ്യാം. കാരണം മൊത്തത്തിൽ എല്ലാത്തിനും എന്താ പറയുക, അഡൾട്രേഷൻ നടക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഏതൊരു സാധനം എടുക്കുമ്പോഴും അത് പ്രോപ്പർ ആയിട്ടുള്ളതാണോ, അതിന്റെ ക്വാളിറ്റി ഒക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം.
നമ്മൾ പീരിയഡ്സ് ആവുന്നതിന് മുൻപ്, അതായത് ഈ PMS സിൻഡ്രോം എന്ന് പറയുമല്ലോ, കുറച്ച് ദിവസം മുന്നേ ഒക്കെ ഒരുപാട് പേരിൽ തലവേദന, വയറുവേദന, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ, കാലുവേദന, അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു കുങ്കുമപ്പൂവ് നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ 1, 2, 3 സ്ട്രാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അമിതമായിട്ട് ഒന്നും കഴിക്കരുത്. അത് ഏതായാലും കുങ്കുമപ്പൂവ് മാത്രമല്ല, ഭക്ഷണമായാലും അമിതമായിട്ട് ഒന്നും കഴിക്കരുത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡയറ്റും യോഗയും അങ്ങനെ പഴയ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു തെറ്റിദ്ധാരണ മാറുകയും എക്സ്പെരിമെന്റ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതും എക്സ്റ്റേണലി നമുക്ക് എങ്ങനെയൊക്കെയാണ് മുഖം കുറച്ചുകൂടി നമുക്ക് ഫെയർ ആക്കി, അതായത് നമ്മുടെ ഒറിജിനൽ കളറിലേക്ക്, കോംപ്ലക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും എന്നതിനെ കുറിച്ച് ഞാൻ വ്യക്തമാക്കി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.